ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആകും ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ആരും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്താണെന്ന്. ഇവിടെ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുമ്പോൾ ഒരു പുതിയ എനർജിയാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു യഥാർത്ഥ ഒരു പ്രണയം നിങ്ങളുടെ ഇടയിൽ ഇത്രയും നാൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു അതായത് ഒരിക്കലും വറ്റിപ്പോവാത്ത അത്രയും പ്രണയം നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. മേ ബി നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു പ്രണയത്തിന്റെ ആ ഒരു തീവ്രത നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് പാസ്റ്റില് ഒരുപാട് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നു. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തെ ചൊല്ലിയിട്ടുള്ള വഴക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് വേറെ വ്യക്തികൾ മൂലമുള്ള വഴക്കുകളായിരിക്കാം. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഇത്രയും നാൾ ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രണയം, ഒരു പുതിയ പ്രണയം, ആ ഒരു പ്രണയത്തിന്റെ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രണയം എല്ലാം തന്നെ തിരികെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നിങ്ങളുടെ ഇടയിൽ ഇത്രയും നാൾ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രോബ്ലംസിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിലും ആ ഒരു പഴയ പ്രണയം പിന്നെയും വന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു പുതിയ എനർജിയാണ്. അതുപോലെ തന്നെ ഇത്രയും കാലം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിന് ഒരു തീരുമാനം വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും നാൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതായിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നു എന്നുള്ളത് കാണുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരുപാട് കാലമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തി മാത്രം മതി എന്നുള്ള രീതിയിൽ ഒരുപാട് കാലമായിട്ട് ആ ഒരു വ്യക്തിയെയും പ്രതീക്ഷിച്ച് തന്നെ നിങ്ങൾ ഇരിക്കുകയാണ്. കാരണം നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ടിന് പോലും നിങ്ങൾക്ക് കൂടെ ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എല്ലാ കാര്യവും സ്വന്തമായിട്ട് നമുക്ക് നടത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ കുറവ് എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു വ്യക്തിയുടെ ആ ഒരു
വരവിനായിട്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് അധികം സങ്കടപ്പെടേണ്ടി വരത്തില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു റീഡിംഗിൽ നിന്ന് മനസ്സിലായത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ എനർജിയാണ് കാണുന്നത്. മേ ബി ചിലവരുടെ കേസിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ജസ്റ്റിസുമായി വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുന്നതാണ്. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ ഒരു മാറ്റത്തിന് കാരണം. അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയത്. സമയം മാറുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരികയാണ്. ഇത്രയും നാള് നിങ്ങളുടെ പേഴ്സൺ ഒരു കർമ്മയിലൂടെ ആയിരിക്കാം കടന്നു പോയത്. ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിൽ പോലും നിന്നത് അവർക്ക് അനുഭവിക്കേണ്ടിയിരുന്ന ആ ഒരു കർമ്മയായിരിക്കാം, അല്ലെ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടേണ്ട ഒരു കർമ്മയായിരിക്കാം. അപ്പം എന്തായാലും ആ ഒരു കർമ്മ ആ ഒരു പേഴ്സന്റെ ലൈഫിൽ വന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കുവാനും നിങ്ങളുടെ പേഴ്സണ് കുറച്ച് ലൈഫ് ലെസൺസ് എടുക്കുവാനും വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു സൈക്കിള് എൻഡ് ആവുന്ന സമയത്ത് ഒരുപാട് കഷ്ടതകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇടയിൽ ആ ഒരു പ്രണയം പോലും നഷ്ടമായിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങൾക്കധികം വിഷമിക്കേണ്ടി വരത്തില്ല. കാരണം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത്. കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഇനി പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരാനായിട്ട് പോകുന്നത്. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോഴും നിങ്ങൾ വളരെയധികം സങ്കടത്തിലാണ്. നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് എല്ലാം ഉണ്ടായിട്ടും എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിട്ടും പക്ഷെ നിങ്ങൾക്കൊന്നും അതിലൊന്നും ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ ആ ഒരു കുറവ് തന്നെയാണ്, അല്ലെ ആ ഒരു പേഴ്സൺ അടുത്തില്ലാത്തതിന്റെ ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തി കൂടി വന്നാലേ നിങ്ങളുടെ ആ ഒരു ലൈഫ് കംപ്ലീറ്റ് ആകൂ എന്നുള്ളത് ചിന്തിക്കും. ഇവിടെ നിങ്ങൾക്ക് തരാനൊരു അഡ്വൈസ് ഉണ്ട്. നമ്മൾ ഒരാളെയും മാത്രം പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ വരുന്നത് എല്ലാം ഒരു ഡിവൈൻ ടൈമിലായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങൾ ഈ ഒരു സാഡായിട്ടിരിക്കുകയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആണ് വരുന്നത്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു തേർഡ് പാർട്ടി ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും പാസ്റ്റിന്റെ വേദനകളെല്ലാം ഹീൽ ചെയ്യേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പാസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഹീൽ ചെയ്യുകയായിരിക്കാം. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ വേദനകളെല്ലാം തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ലൈഫിൽ ഒരു ഹോപ്പ് വെക്കുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ സ്റ്റാർ കാർഡ് കിട്ടിയത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, അതാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി അവരുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഒന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, എല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പം അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അങ്ങനെയുള്ളത്. പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിച്ച ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എല്ലാം തിരിച്ചറിയുന്നു. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. അവർ ഇപ്പോൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത്, അതായത് ഞാൻ പറഞ്ഞല്ലോ, അവര് യൂണിവേഴ്സിൽ എല്ലാ വേദനകളും സറണ്ടർ ചെയ്തു. ഇപ്പോൾ അവരുടെ ലൈഫിലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നതാണ് കാണുന്നത്. മേ ബി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് ഒരു ജസ്റ്റിസുമായി എത്താം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ജസ്റ്റിസ് കാർഡ് കിട്ടിയത്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി തിരികെ വരുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതാണ്. 9 ഓഫ് കപ്സ് അതാണ് പറയുന്നത്.
ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ. ഇവിടെ വേൾഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു വലിയൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, ഒരു കർമ്മ സൈക്കിൾ. ആ ഒരു കർമ്മ സൈക്കിളാണ് എൻഡ് ആയിരിക്കുന്നത്. ഈ ഒരു എൻഡ് ആയ സമയത്ത് ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നു താൻ ചെയ്ത മിസ്റ്റേക്ക് എന്തായിരുന്നു, അതായത് നിങ്ങളോട് പ്രവർത്തിച്ചിരുന്ന തെറ്റുകൾ എന്തായിരുന്നു എന്നുള്ളതെല്ലാം മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഒരു സമയം ആ ഒരു വ്യക്തി നേടിയതെന്ത്, ആ ഒരു വ്യക്തി നഷ്ടമാക്കിയതെന്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണുള്ളത്. ആ ഒരു വ്യക്തിക്ക് അറിയാം താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പൊറുക്കാൻ പറ്റാത്ത അത്രയും തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും ആള് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ആൾക്ക് നേരെ ചൊവ്വൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല. ആ ഒരു തെറ്റുകളെ പറ്റിയിട്ട് ആ ഒരു വ്യക്തി ഓർത്തിട്ട് ഒരുപാട് പശ്ചാത്തപിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പില് അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം അവരുമായിട്ടുള്ള ആ ഒരു ഡീലിങ്സ് എല്ലാം കഴിഞ്ഞു. കാരണം അതൊരു കർമ്മയായിരുന്നു, അതൊരു കാർമിക് സൈക്കിൾ ആയിരുന്നു. ആ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് ഒരു ഓഫറുമായിട്ട് എത്താം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളെ ഇപ്പോൾ അവർ വളരെയധികം പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. കാരണം കയ്യിലിരിക്കുന്ന ആ ഒരു നിധിയാണല്ലോ ഞാൻ നഷ്ടമാക്കി കളഞ്ഞത് എന്നുള്ള ചിന്ത ആ ഒരു പേഴ്സണെ മനസ്സിലുണ്ട്. നിങ്ങളോട് ചെയ്തതിന്റെ തെറ്റ് എന്തൊക്കെയാണെന്നുള്ളതും ഈ ഒരു പേഴ്സണ് നല്ല ബോധ്യം. നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ്. ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തി വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ആരുമില്ല, അതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെയധികം തനിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെ വിട്ടിട്ട് ഏത് സാഹചര്യത്തിൽ പോയതാണെങ്കിൽ കൂടി ഇപ്പോൾ ആ ഒരു വ്യക്തി തനിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട്, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങളുടെ സ്നേഹമായിരിക്കാം, കരുതലായിരിക്കാം, എല്ലാം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ കൂടെ ഇല്ലാത്തതിന്റെ ഒരു സങ്കടം ആ ഒരു വ്യക്തിയെ വല്ലാതെ അലട്ടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം സങ്കടത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ, വളരെയധികം സങ്കടത്തിലാണ്. നമുക്ക് 9 ഓഫ് സോർട്സ് 2 തവണയാണ് കിട്ടിയിരുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഡിപ്രഷൻ സ്റ്റേജിലാണ്. ആ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്തായാലും ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നടന്നിരിക്കുന്നത്. അതായത് പഴയ വ്യക്തിയിൽ നിന്ന് പുതിയ വ്യക്തിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പില് പാസ്റ്റില് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം ഈ ഒരു പേഴ്സൺ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണമെന്ന് ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു. കാരണം ആ ഒരു വ്യക്തിക്ക് വന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതിന് കാരണം. അപ്പം ഒരുപാട് ലൈഫ് ലെസൺസ് ഈ ഒരു പേഴ്സൺ നേരിട്ടത് കൊണ്ട് തന്നെ ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെ നിൽക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് വേണമെന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. മേ ബി നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ ഇതിനോടകം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഒക്കെ ഫലമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഈ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സന്റെ സോൾ മെസ്സേജിൽ നിങ്ങളുമായിട്ട് ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സിന് തരാനുള്ള അഡ്വൈസ്. നിങ്ങൾ ലൈഫിൽ
ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷനിൽ എത്തിച്ചേരുക. അത് നിങ്ങളുടെ ലൈഫിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പം നിങ്ങൾ ലൈഫിൽ കുറച്ച് സീരിയസ് ആകുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കാനായിട്ട് സാധിക്കൂ. അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ. കാരണം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിലാണ്, മറ്റുള്ള ഒരാളുടെ കൈകളിലല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇനി ഒരു റിയൂണിയൻ ഒക്കെ ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ വർക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പം ലൈഫ് ആവുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലൈഫ് സക്സസിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി മാറേണ്ടതുണ്ട്. അത് ഈ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മെന്റൽ സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഇഷ്യൂസ് എല്ലാം തന്നെ നിങ്ങളെ ഒരുപാട് തളർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ തളർന്നിരിക്കേണ്ടവരല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി മെന്റൽ സ്ട്രെങ്ത് ആവശ്യമുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നിങ്ങളുടെ ലൈഫിലെ മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ശരി, ഇമോഷണൽ സ്ട്രെങ്ത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏത് സിറ്റുവേഷനിലും നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് അതിന് സാധിക്കുന്നതാണ്.